ഹേയ് ഹലോ, നമുക്ക് ഇതേപോലത്തെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുത്താലോ? സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു പേപ്പർ വേണം. ആ പേപ്പർ ദേ കാണുന്ന പോലെയൊക്കെ മടക്കുക. മടക്കി കഴിഞ്ഞാൽ ആ ഒരു അടയാളം ഉണ്ടാവുമല്ലോ മടക്കിയതിൻ്റെ, ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത് കാണുന്ന പോലെ ഇതേപോലെ മടക്കുക. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് മടക്കുക, തിരിച്ച് മടക്കുക. പിന്നെ നേരെ സെൻറ്റർ മടക്കിയെടുക്കുക. പിന്നെ അതേപോലെ തന്നെ മടക്കിയിട്ട് ഇതേ കാണുന്ന പോലെ ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല അടിപൊളി ക്രിസ്മസ് ഡെക്കോറായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. നല്ല രസമാണ് കാണാൻ മൊത്തത്തിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ. അതേപോലെ ഉണ്ടാവും ലാസ്റ്റ്. എന്നിട്ട് ഇതേ കാണുന്ന പോലെ അവിടുന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് സെൻറ്റർ ഇങ്ങനെ പെർഫെക്റ്റ് ആക്കി വെച്ചിട്ട് നേരെ ആ ഒരു നമ്മൾ ഫോൾഡ് ചെയ്തതിൻ്റെ ഒരു മാർക്ക് ഉണ്ടാവുമല്ലോ സെൻറ്ററിൽ, ആ മാർക്കിൽ കറക്റ്റായിട്ട് എഡ്ജ് വരുന്ന പോലെ പ്രസ് ചെയ്തിട്ട് ഇതേപോലെ നന്നാക്കി പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല ഇതിൽ ഫോൾഡ് ചെയ്തെടുക്കുക. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതേ കാണുന്ന പോലെ മടക്കുക. എന്നിട്ട് ഈ സൈഡിലുള്ള അതും കൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രസ് ചെയ്തെടുത്തിട്ട് ആ ലൈന്, സെൻറ്ററിലുള്ള ലൈന് പെർഫെക്റ്റായിട്ട് വരുന്ന വിധത്തിൽ നന്നാക്കി പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും. ഒരു അടിപൊളിയായിട്ട് നമുക്ക് ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് ട്രീസായിട്ട് നമുക്കിങ്ങനെ നിരത്തി വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് മടക്കിയിട്ട് അവിടെയുള്ള ഇതേപോലത്തെ ഭാഗങ്ങൾ മടക്കിയെടുക്കുക. എന്നിട്ട് ഈ സെൻറ്റർ ലൈന് കണ്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ആ ലൈൻ പെർഫെക്റ്റായിട്ട് സെൻറ്ററിൽ തന്നെ വരുന്ന വിധത്തിൽ മടക്കിയെടുത്താലേ വൃത്തി ഉണ്ടാവുള്ളൂ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത്ര ഇതില്ല, ടഫൊന്നുമല്ല. ചെയ്ത് വരുമ്പം ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയും സിമ്പിളാണ്. എന്നിട്ട് ഇതേപോലെ വരും ഒരു കോൺ ഷേപ്പിൽ. എന്നിട്ട് അതിങ്ങനെ പെർഫെക്റ്റാക്കി മടക്കി സെൻറ്ററിലേക്ക് ആക്കി എടുത്തിട്ട് വേണം നമുക്കതൊന്ന് കട്ട് ചെയ്യണം. അതിൻ്റെ ബാലൻസ് പീസ് കട്ട് ചെയ്താൽ മാത്രമേ അതൊരു ട്രീൻ്റെ ഷേപ്പിലേക്ക് വരുള്ളൂ. ഇത് ഈ കാണുന്ന പോലെ ഈ പീസ് ബാലൻസ് ആയിട്ട് വരുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. പെർഫെക്റ്റായിട്ട് വൃത്തിയിൽ കട്ട് ചെയ്യുക. നല്ലതിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതേ കാണുന്ന പോലെ ചെറുതായിട്ടൊരു കട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കട്ടും കൂടെ കൊടുക്കുക. ചെറുതായിട്ട് മതിയേ. അടിയിലും ഒരു കട്ടും കൂടി കൊടുത്തിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും അതേപോലത്തെ കട്ട് തന്നെ കൊടുക്കുക. ചെറിയൊരു കട്ട് മതി. നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കിയെടുക്കാണ്ട് അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു കട്ട് മതി. എന്നിട്ട് ഈ കാണുന്ന പോലെ മടക്കുക. ചെറിയതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. കണ്ടോ, ഇതേപോലെ എല്ലാ സൈഡും പെർഫെക്റ്റ് ആക്കിയിട്ട് മടക്കി കൊടുക്കുക. കുറേ ഓവറായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറായി പോകും. അതുകൊണ്ടാണ് ഈ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നത്. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക. അവിടെയും മടക്കി കൊടുക്കുക, ഇപ്പുറത്തെ സൈഡും മടക്കി കൊടുക്കുക. പെർഫെക്റ്റ് ആക്കിയിട്ട് തന്നെ ചെയ്താൽ നല്ല രസത്തിൽ നമുക്കൊരു ട്രീ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവിടെ ഇങ്ങനെ എല്ലാവരും ക്രിസ്മസിൻ്റെ മേക്ക് ഓവറൊക്കെ സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ മടക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഇപ്പുറത്തേക്ക് അത് മടക്കിയിട്ട് ആ സൈഡിലും ഇതേപോലെ തന്നെ ചെയ്യണേ. നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. എല്ലാ സൈഡും ഈ കാണുന്ന പോലെ ഒരേ രീതിയിൽ തന്നെ മടക്കിയെടുത്താലേ രസം ഉണ്ടാവുള്ളൂ കാണാൻ. കേട്ടോ, ഇതേപോലെ നൂർത്തി കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡൊക്കെ മടക്കാനുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് മടക്കുക. നല്ല വൃത്തിയിൽ മടക്കി കഴിഞ്ഞാൽ നല്ല രസത്തിൽ നമുക്ക് കിട്ടും. കുറേ കൂടെ കട്ടിയുള്ള പേപ്പർ ആകുമ്പോൾ നമുക്ക് കുറച്ച് വൃത്തിയിൽ കിട്ടും. ഈ A4-നേക്കാളും ബെറ്റർ നമുക്ക് ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ, ഇതിപ്പോൾ ചാർട്ട് പേപ്പറാണ്. അതേപോലത്തെ ചാർട്ട് പേപ്പർ പോലത്തെ പേപ്പർ ആകുമ്പോൾ കുറേ കൂടെ കട്ടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും. എനിക്കങ്ങനെ തോന്നി. A4-ൽ ചെയ്തപ്പോൾ എനിക്ക് ഇത്ര പെർഫെക്റ്റായിട്ട് ഇങ്ങനെ ഈ കട്ടിങ്സൊക്കെ മടക്കിയെടുക്കുമ്പം ഒരു ഇതില്ലായിരുന്നു. അപ്പം കുറേ കൂടെ കട്ടിയുള്ള ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും. എന്നുവെച്ചാൽ ഒറ്റ പീസ് പേപ്പർ മതി, നമുക്ക് നല്ല അടിപൊളിയായിട്ടാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പറ്റുക കേട്ടോ. കണ്ടോ, ഇതേപോലെ എല്ലാ സൈഡും മടക്കിയെടുത്തിട്ട് നമ്മൾ നോക്കുക. എന്നിട്ട് മെല്ലെ ഒന്ന് നൂർത്താൻ നോക്കുക കേട്ടോ. കണ്ടോ,
പെർഫെക്റ്റ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് വിടർത്തി കൊടുക്കാനാണ് ഇനി ചെയ്യേണ്ടത്. ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുത്താൽ ഇതാ അടിപൊളിയായിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീ കിട്ടി. ഇനി നമുക്ക് കുറച്ച് തെർമാക്കോളിൻ്റെ ബോൾസാണിത്. ഇത് കുറേ കൂടെ കളർഫുള്ളായ ബോളിലാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായേനെ. അപ്പോൾ ഈ ക്രിസ്മസിന് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.